അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് കുളമാങ്കുഴിക്കുടി ആദിവാസി മേഖലയിലെ നിർത്തലാക്കിയ ഏകാധ്യാപക വിദ്യാലയ കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുന്നതായി പരാതി. കെട്ടിടത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും ഏറുകയാണ്. ശുചിമുറി സൗകര്യം ഉൾപ്പെടെയുള്ള കെട്ടിടം, പൊതുവായനശാല, ക്ലബ്ബ് തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്തെ വിവിധ ആദിവാസി മേഖലകളിലടക്കം പ്രവർത്തിച്ചിരുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങൾ നിർത്തലാക്കിയതോടെ സ്കൂൾ കെട്ടിടങ്ങൾ വെറുതെ കിടന്ന് നശിക്കുകയാണ് മിക്കയിടങ്ങളിലും. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് കുളമാങ്കുഴിയെ വെറുതെ കിടന്ന് നശിക്കുന്ന ഏകാധ്യാപക വിദ്യാലയ കെട്ടിടം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥാപനങ്ങളായി മാറ്റുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇത് ഇപ്പോൾ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു വായനശാല, ലൈബ്രറിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല ഉപകാരപ്രദമായിരിക്കും കുട്ടികൾക്കൊക്കെ. ഇവിടെ കളിക്കാൻ ഒരു സ്ഥലങ്ങളൊന്നുമില്ല. ഇതിന് മുറ്റമൊക്കെ നല്ല കളിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ഒരു കമ്മിറ്റിയോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗപ്രദമായ രീതിയിൽ സംരക്ഷിച്ച് എടുക്കുകയാണെങ്കിൽ, ഇതിനൊരു ഗേറ്റും ഒന്നുമില്ല, ഗേറ്റൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണെന്ന് നല്ലൊരു കാര്യമായിരിക്കും. അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ. പ്രദേശത്തെ വിദ്യാലയ കെട്ടിടത്തിൽ ശുചിമുറി അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ്. എന്നാൽ കെട്ടിടം വെറുതെ കിടക്കുന്നതിനാൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. ജനൽ ചില്ലുകളടക്കം തകർത്ത നിലയിലാണെന്നാണ് ജനങ്ങളുടെ പരാതി. നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. കുട്ടികൾക്കുൾപ്പെടെ പ്രയോജനകരമാം വിധം കെട്ടിടം പൊതുവായനശാലയാക്കി മാറ്റുകയോ മേഖലയിൽ വിവിധ പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ അവയ്ക്കുള്ള സൗകര്യം ഒരുക്കുകയോ ക്ലബ്ബാക്കി മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വിദ്യാലയ കെട്ടിടം പ്രയോജനപ്പെടുത്തണമെന്നാണ് ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം ഏറ്റെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.